നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സുഖം ഇന്ന് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇതിലെ ഫസ്റ്റ് ആർട്ടിക്കിൾ ഫ്രണ്ട് പേജിലെ ആർട്ടിക്കിൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന സുപ്രീം കോർട്ട് ടു ഹിയർ പ്ലീ ടു ഇൻക്ലൂഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓൺ ദ ഇലക്ഷൻ കമ്മീഷൻ സെലക്ഷൻ പാനൽ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 GS പേപ്പർ 2വിനകത്ത് ഇന്ത്യൻ പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിനെ ചേർത്ത് വായിച്ച് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ രാജ്യത്ത്, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് ഇലക്ഷൻ കമ്മീഷൻ നിർവഹിക്കുന്നത്. കാരണം ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് നടത്തുക, ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് ഇലക്ഷൻസ് ഇവിടെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ് ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെയുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനയിൽ ഒരു പർട്ടിക്കുലർ ആർട്ടിക്കിൾ ഈ ഒരു ബോഡിയെ കുറിച്ച് മെൻഷൻ ചെയ്യാനുണ്ടാവും. അത്തരത്തിൽ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പരാമർശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ, നിലവിലെ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ 3 മെമ്പർ ബോഡിയാണ്. 3 മെമ്പർ എന്ന് പറയുമ്പോഴേക്കും ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും പിന്നെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സുമാണ് നമുക്ക് നിലവിലുള്ളത്. അങ്ങനെയാണ് നിലവിൽ 3 ഇലക്ഷൻ കമ്മീഷണേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ 3 എന്നുള്ളത് ഫിക്സഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നിലവിൽ ഈ പറഞ്ഞ പോലെ ഓരോരോ സമയത്തിന് ഇലക്ഷൻ കമ്മീഷൻ ഈ പറഞ്ഞ പോലെ വർക്ക് ലോഡ് അനുസരിച്ചിട്ട് ഈ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കുക. കാരണം പണ്ട് കാലങ്ങളിൽ ഇത്ര ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു വോട്ടിംഗ് ഏജ് 18 ഇയേഴ്സിലേക്കാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് ഇതൊരു 3 മെമ്പർ ബോഡിയൊക്കെ ആയിട്ട് മാറ്റിയത്. അപ്പോൾ ഓരോ സമയത്തും ആ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ വർക്ക് ലോഡ് അനുസരിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ നമ്പേഴ്സ് കൂട്ടാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പം നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റീസെന്റ് പറഞ്ഞ നമ്മൾ വാർത്ത ശ്രദ്ധിച്ചായിരുന്നു, ഒരു ഇലക്ഷൻ കമ്മീഷൻ, ഈ 2 പേരിലും ഒരു ഇലക്ഷൻ കമ്മീഷൻ ഈ പറഞ്ഞ പോലെ രാജിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ടെന്യൂർ പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അദ്ദേഹം ഈ പറഞ്ഞ പോലെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം റിസൈൻ ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് വാർത്തയുണ്ടായിരുന്നു. അതേ സാഹചര്യത്തിൽ മറ്റൊരു ഇലക്ഷൻ കമ്മീഷണർ ഈ പറഞ്ഞ പോലെ ടെന്യൂർ അവസാനിക്കാറുമായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഈ പറഞ്ഞ പോലെ 2 പുതിയ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് നടക്കാനായിട്ട് പോകുന്നുണ്ട്. 2 വേക്കൻസി, അതാണ് വൈൽ ഫില്ലിംഗ് 2 വേക്കൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങൾ, അതായത് കഴിഞ്ഞ വർഷവും ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ പറഞ്ഞ ഒരുപാട് വാർത്തയിലുണ്ടായിരുന്നു. അതായത് എസ്പെഷ്യലി ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ പറഞ്ഞ പോലെ അപ്പോയിന്റ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളിൽ ചെറിയ രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ ഒരു സെലക്ഷൻ കമ്മിറ്റിക്ക് അത് ഹെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററും പിന്നെ ഈ പറഞ്ഞ പോലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും നമ്മുടെ ലോക്സഭയിലെ ഒപ്പോസിഷൻ ലീഡറാണ്. ലോക്സഭയിൽ ഈ പറഞ്ഞ പോലെ ഒപ്പോസിഷൻ ലീഡറുമായിരുന്നു. ഈ 3 പേരായിരുന്നു പണ്ട് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ഒരു പുതിയ നിയമം വന്നു കഴിഞ്ഞപ്പോഴേക്കും ആരെ ഒഴിവാക്കി? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒഴിവാക്കി. പകരം പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, ദെൻ ലോക്സഭയിലെ ഒപ്പോസിഷൻ ലീഡർ. ഈ 3 പേരാണ് നിലവിൽ ഈ പറഞ്ഞ പുതിയ നിയമം വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇലക്ഷൻ കമ്മീഷണേഴ്സിനൊക്കെ തന്നെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു 3 പേരിൽ കൃത്യമായിട്ടും ഭൂരിപക്ഷം കിട്ടുന്ന വ്യക്തിയായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. ഭൂരിപക്ഷം കിട്ടാനായിട്ട് പ്രൈം മിനിസ്റ്ററും ഈ പറഞ്ഞ പോലെ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററും, ഇത് രണ്ടും ഒരേ പാർട്ടിയിൽ വരുന്ന ആൾക്കാരായിരിക്കും അല്ലെ, തീർച്ചയായിട്ടും ഭരിക്കുന്ന അല്ലെങ്കിൽ ആ ഭരണകക്ഷികളുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു അൺവാണ്ടഡ് ഒരു അഡ്വാൻറ്റേജ് ഇവിടെ കൃത്യമായിട്ടും കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് കയറി വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ട് നിലപാട് എടുക്കുന്ന വ്യക്തികൾ ഈ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള ഈ ഭരണഘടനാ പൊസിഷനിലേക്ക്, കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകളിലേക്ക് ഈ പറഞ്ഞ പോലെ അപ്പോയിന്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നങ്ങൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും അതിനെ ചോദ്യം ചെയ്തുകൊണ്ടിട്ടാണ്, അതായത് പഴയ നിയമത്തിലേക്ക് തന്നെ തിരിച്ചു വരണം, മീൻസ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആ ഒരു കമ്മീഷൻ, ആ ഒരു സെലക്ഷൻ കമ്മിറ്റിക്ക് അതോട് കയറി വരണം എന്ന് ചോദ്യം ചെയ്തുകൊണ്ടിട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ ഒരു കേസ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരു NGO ബേസ്ഡ് ആയിട്ടാണ്, NGO അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആണ്. അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം, അല്ലെങ്കിൽ റൂളിംഗ് ഗവൺമെന്റിന് അതൊരു അൺവാണ്ടഡ് ഈ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജ് ആയിട്ട് മാറിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഫൈനൽ വെർഡിക്റ്റ് ഒക്കെ വരുന്നുള്ളൂ. ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതി ആ കേസ് കേൾക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത്. സുപ്രീം കോർട്ട് ടു ഹിയർ പ്ലീ ടു ഇൻക്ലൂഡ് CJ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓൺ ഇലക്ഷൻ കമ്മീഷൻ സെലക്ഷൻ പാനൽ. ഇതാണ് ആ വാർത്തയുടെ ബേസിക് ഹെഡ്ലൈൻ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ. ഇങ്ങനെ അതിന്റെ ആ ഓരോ വാർത്തയുടെയും ഒരു ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എളുപ്പം ആ ഒരു വാർത്ത പെട്ടെന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത്രയും നോളജ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇനി ഈ ഒരു ആർട്ടിക്കിലേക്ക് മുന്നോട്ട് പോകാം. അവിടെ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, പുതിയ ആ ഒരു നിയമത്തിനെ കുറിച്ചിട്ട്. പുതിയ നിയമമാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേം ഓഫ് ഓഫീസ് ആക്ട് 2023 എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിന്റെ ആക്ട് ആണ് 1991 ആക്ട് ആയിരുന്നു. അതിനെയാണ് ഇപ്പോൾ 2023 ആ പുതിയ ആക്ട് കൊണ്ട് മാറ്റിവെച്ചത്. 1991 ആക്ടിനകത്ത് അപ്പോയിന്റ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, പ്രൈം മിനിസ്റ്ററും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതേപോലെ ഒരു ലോക്സഭ ഒപ്പോസിഷൻ ലീഡറുമായിരുന്നു. ഈ 3 പേരായിരുന്നു. പുതിയ നിയമം വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തോട്ട് ആരൊക്കെയാണ് കയറി വന്നത്? പ്രൈം മിനിസ്റ്ററും യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, ദെൻ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഓർ ദ ലീഡർ ഓഫ് ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടി ഇൻ ലോക്സഭ. ഈ 3 പേരാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് മാത്രമല്ല, ഈ പുതിയ നിയമത്തിനകത്ത് എടുത്ത് പറയുന്നുണ്ട്, നമ്മുടെ ഇലക്ഷൻ കമ്മീഷനൊക്കെ തന്നെ എന്തെങ്കിലും പറയുന്ന എന്താ പറയുക, ഇലക്ഷൻ കമ്മീഷനൊക്കെ കൊണ്ടുവരുന്ന ഓരോരോ കാര്യങ്ങൾ, മീൻസ് ഇലക്ഷൻ കമ്മീഷന്റെ ഓരോ ഉത്തരവുകളെ നമുക്ക് ചോദ്യം
ചെയ്തുകൊണ്ട് സുപ്രീം കോടതികളിൽ അല്ലെങ്കിൽ കോടതികളിലൊന്നും പോകാൻ പറ്റത്തില്ല. അതായത് ജുഡീഷ്യൽ റിവ്യൂവിന് പുറത്ത് നിൽക്കും ഈ ഒരു ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ ഓർഡേഴ്സ് എന്ന രീതിയിലും പുതിയ ലോയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിട്ടാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട കോർട്ടിന്റെ ജഡ്ജ്മെന്റ് വരും. വീണ്ടും അപ്പോൾ നമുക്ക് ഈ വാർത്തകൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കാണേണ്ടി വരും. ബട്ട് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിലെ വാർത്ത നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി വായിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അതായത് ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനായിട്ടുള്ളത് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ. അടുത്ത രണ്ടാമത്തെ ആർട്ടിക്കിൾ നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. ഇന്ത്യസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ടിങ് ബ്രേക്കിംഗ് ഡൗൺ ദ നമ്പേഴ്സ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ടിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 GS പേപ്പർ 3യുടെ എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്കിനെ ഡിസ്കസ് ചെയ്യാം. പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗമാണ്. സോ അതും ജനറൽ സ്റ്റഡീസ് പേപ്പർ 3ക്കകത്ത് തന്നെയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയും കയറി വരിക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടോപ്പിക്സിന്റെ പശ്ചാത്തലമായിരിക്കും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും നമ്മൾ ഇതിന് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരു ടേബിൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു കമ്പാരിസൺ ടേബിൾ ആണ്. കമ്പാരിസൺ ഓഫ് റിസർച്ച് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇന്നോവേഷൻ മെട്രിക്സ് ഇൻ സെലക്ടഡ് കൺട്രീസ് 2021-22 പീരീഡിലാണ് ഈ ഒരു ആർട്ടിക്കിൾ ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഡേറ്റാസ് ഒക്കെ തന്നെ ഈ 2021-22 ആ ഒരു കാലഘട്ടത്തിലെ ഡേറ്റാസ് ഒക്കെയാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് എത്രമാത്രം ബാക്കിലാണ്, എത്രമാത്രം കുറവിലാണ് ഇന്ത്യ നിൽക്കുന്നത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കമ്പയർഡ് ടു ഡെവലപ്ഡ് കൺട്രീസ് ആയി പറഞ്ഞ പോലെ US ഒക്കെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ആ ഒരു ഷെയർ അല്ല മീൻസ് ആ ഒരു എന്താ പറയുക റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിലേക്ക് കൊടുക്കുന്ന ഷെയറും അതിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ ആ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ടിവിറ്റിയുടെ ഒക്കെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ എന്തായാലും മെയിൻ ആയിട്ട് ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഡേറ്റയാണ്. ഇന്ത്യൻ ഇന്നോവേഷൻ ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട 2021 ഡേറ്റയാണ്. അതിലേക്ക് പോകുന്ന മുമ്പ് എന്താണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കി. കാരണം മെയിൻസിന്റെ ഒക്കെ ആർട്ടിക്കിൾ ആയിട്ട് ഒരു മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ വരുന്ന ആർട്ടിക്കിളാണ്. സോ അതുകൊണ്ട് തന്നെ മെയിൻസിന്റെ ആൻസർ എഴുതുമ്പോൾ നമ്മൾ ആ ഒരു ഡെഫിനിഷൻ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാനായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് യുനെസ്കോയുടെ ഡെഫിനിഷൻ പ്രകാരം നോക്കുവാണെങ്കിൽ R&D is any creative systematic activity undertaken in order to increase the stock of knowledge, including knowledge of a man, culture and society, and the use of this knowledge to devise new applications. നോളജ് അക്യൂർ ചെയ്യുകയും ആ നോളജ് ഉപയോഗിച്ച് നമ്മൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ന്യൂ ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ ഡിവൈസ് ചെയ്യുന്നതിനെയാണ് യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഇന്ത്യനെ അവകാശപ്പെടുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന രീതിയിലേക്ക് അവകാശപ്പെടുന്നത്. പക്ഷേ ഈ ഒരു ആർട്ടിക്കിളിനോട് നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഇന്നലത്തെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നല്ലേ ഇന്ത്യയുടെ ഈ പറഞ്ഞ പോലെ ആംസും കാര്യങ്ങളും ഈ പറഞ്ഞ ലോകത്തെ ഏറ്റവും കൂടുതൽ 2019 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആംസ് ഇറക്കുമതി ചെയ്ത് ആയുധങ്ങൾ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ട് ചെയ്ത രാജ്യമാരായിരുന്നു ഇന്ത്യ. ഒരു തരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതെല്ലാം എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല? കാരണം ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉള്ള രാജ്യം ഇന്ത്യയാണ്. സോ അതുകൊണ്ട് തന്നെ വർക്കേഴ്സിന്റെ അവൈലബിലിറ്റിക്ക് യാതൊരു പ്രശ്നം ഇന്ത്യയുടെ നിലവിൽ നമുക്ക് പറയേണ്ടി വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇതൊന്നും ഇവിടെ നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഏക ആൻസറും നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ പോരായ്മയാണ്. കാരണം വർഷാവർഷം പറയുവാണെങ്കിൽ ലെസ് ദാൻ 1% നമ്മുടെ ടോട്ടൽ GDPയുടെ ലെസ് ദാൻ 1% ഒക്കെ മാത്രമേ ഉള്ളൂ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. മിക്ക രാജ്യങ്ങളും ഈ പറഞ്ഞ ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ തന്നെ 2-3-4% ഓഫ് അവരുടെ GDPയുടെ ഒക്കെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രത്തോളം അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള മീൻസ് ഡെമോഗ്രാഫിക് ഡിവിഡന്റെ കാര്യത്തിലും ഒക്കെ തന്നെ ഇത്ര അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഇന്ത്യ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടോട്ടൽ GDPയുടെ ലെസ് ദാൻ 1% മാത്രമാണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഉത്പാദിപ്പിക്കാൻ പറ്റാതെ പോകുന്നത്. നമ്മൾ ഇതെല്ലാം പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പൈസ ഒക്കെ തന്നെ അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് വേണം ഇതിൽ ഇറക്കുമതി ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുവായിരുന്നെങ്കിൽ ആ പൈസയൊക്കെ തന്നെ ഇവിടെ നിന്ന് ഇന്ത്യക്കകത്ത് തന്നെ നിൽക്കാൻ സാധിച്ചേനെ. സോ അല്ലാതെ വരുമ്പോഴേക്കുമാണ് ഇത് ബാലൻസ് ഓഫ് പേയ്മെന്റ് BOP-യിലൊക്കെ തന്നെ നമുക്ക് നെഗറ്റീവ് രീതിയിലേക്കൊക്കെ തന്നെ പോകേണ്ടി വരുന്ന പലവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. സോ എന്തായാലും ഈ ഒരു റിപ്പോർട്ടിന്റെ വെച്ച് തന്നെ നമുക്ക് പഠിക്കാം. ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ് 2021 ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇത് 2000 കുറച്ച് ഡേറ്റാസ് പറയുന്നുണ്ട്. ഇച്ചിരി വർഷത്തെ പുറകിലാണ്, എന്നാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പോഴത്തെ ഡേറ്റാസ് ഈ റിപ്പോർട്ടുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇതിനകത്ത് കമ്പയർ രണ്ട് പീരീഡിൽ 2008-2009 കാലഘട്ടത്തിലും 2017-18 കാലഘട്ടത്തിലെയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം സ്പെൻഡ് ചെയ്ത എമൗണ്ട് നോക്കാം. 2008-2009 കാലഘട്ടത്തിൽ ടോട്ടൽ GDPയുടെ 0.8% നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പിന്നീട് 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും എത്രയിലേക്ക് കുറഞ്ഞു? 0.7%ലേക്ക് കുറയുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ അതേ സ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ ആ സമയത്ത് മിക്ക ലോക രാജ്യങ്ങളിലെ ആവറേജ് സ്പെൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട് 1.8% ഓഫ് ദെയർ GDP റേഞ്ചിൽ നിന്നപ്പോഴേക്കും അതിന്റെ പകുതി പോലും ആരും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെയാണ് മിക്കപ്പോഴും ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒരു നെറ്റ് ഇമ്പോർട്ട് രാജ്യങ്ങളാണ്. മിക്ക സാധനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഇമ്പോർട്ട് എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച്
അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന്റെ കാര്യത്തിൽ ഒഴികെ ബാക്കി ഈ പറഞ്ഞ പോലെ ഒട്ടുമിക്ക സാധനങ്ങളുടെ കാര്യത്തിലും ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഗുഡ്സിന്റെ ഐറ്റംസ് നോക്കുവാണെങ്കിൽ ഇന്ത്യ സ്റ്റിൽ ഒരു ഇമ്പോർട്ടർ കൺട്രി ആയിട്ട് ഇപ്പോഴും നിൽക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ കാരണം ഈ മേഖലയിൽ നമ്മൾ കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ പുതിയ പുതിയ ബെറ്റർ ടെക്നോളജി വെച്ചിട്ട് കോസ്റ്റ് ഈ പറഞ്ഞ പോലെ കുറയ്ക്കുന്ന രീതിയിലുള്ള പുതിയ പുതിയ പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ആ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പ്രൊഡക്റ്റ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ വലിയ ബുദ്ധിമുട്ടില്ലാതെ വാങ്ങാനും പറ്റുള്ളൂ. ഈ കോസ്റ്റ് എഫക്റ്റീവ് ഉള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ചുടുവിലയ്ക്ക് ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ട് ചെയ്തും വരുമാനം കണ്ടെത്താനായിട്ട് പറ്റുന്നതാണ്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് അൺഎംപ്ലോയ്മെന്റിനെയും വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. സോ അൺഎംപ്ലോയ്മെന്റ് കുറച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് GDP വൈസ് കൂടി നമ്മുടെ ആ ഒരു പൊട്ടൻഷ്യൽ GDP എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു പൊട്ടൻഷ്യൽ GDPയിലേക്ക് ഇന്ത്യക്ക് എത്തണമെങ്കിൽ ഇവിടെയുള്ള ഈ അൺഎംപ്ലോയ്മെന്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കണം. സോ ആ ഒരു രീതിയിൽ പോയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ 2047 ആ ഒരു ഡെവലപ്ഡ് കൺട്രി സ്റ്റാറ്റസ് എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുകയുള്ളൂ. ഇപ്പം ഇന്ത്യക്ക് സാധിക്കാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്കുള്ള ലാക്ക് ഓഫ് കോൺട്രിബ്യൂഷൻ ഫ്രം ഗവൺമെന്റ് സൈഡാണ്. കാരണം ഗവൺമെന്റ് സൈഡ് തന്നെ പറയും. കാരണം ഇന്ത്യയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ 60%, മോർ ദാൻ 60% അല്ലെങ്കിൽ 60% ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് മേഖലയിൽ നിന്നാണ് വരുന്നത്. പ്രൈവറ്റ് സെക്ടറാണ് 60%. ടോട്ടൽ R&Dയിലേക്ക് സ്പെൻഡ് ചെയ്യുന്നതിനകത്തെ 60% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? പ്രൈവറ്റ് സെക്ടറാണ്. ബാക്കി ആ ഒരു 40% മാത്രമേ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുള്ളൂ. ബട്ട് മിക്ക ഡെവലപ്ഡ് കൺട്രീസിൽ നോക്കുവാണെങ്കിൽ പ്രൈവറ്റിന്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിൽ മുകളിലായിട്ട് ആര് നിൽക്കുന്നുണ്ട്? ഗവൺമെന്റ് സ്പെൻഡിങ് വരുന്നുണ്ട്. സോ ആ ഒരു രീതിയിലും കൂടെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതിനുവേണ്ടിയിട്ടാണ് ഗവൺമെന്റ് റീസെന്റ് ഈ പറഞ്ഞ പോലെ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ബിൽ NRF ബില്ലും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതും പ്രാബല്യത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇങ്ങനെ ബില്ലുകൾ അത് ഫൈനലി പറഞ്ഞ പോലെ അത് നടപ്പാക്കി നമുക്ക് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് കൂടുതൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം, അതുവഴി നമ്മൾ ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറണം എന്നുള്ളൊരു ഐഡിയോളജിയാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇത് സൈഡ് എഡിറ്റോറിയൽ ആർട്ടിക്കിളാണ്. എ ഫ്രഷ് സ്റ്റാൻസ് എന്നുള്ളതാണ്. അതായത് റീസെന്റ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്മൾ ഇന്ത്യ ഈ പറഞ്ഞുള്ള യൂറോപ്പിലെ കുറച്ച് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എസ്പെഷ്യലി പറഞ്ഞ പോലെ ലിച്ചസ്റ്റീൻ, നോർവേ, സ്വിറ്റ്സർലാൻഡ്, ഐസ്ലാൻഡ് ഈ 4 രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷന്റെ ഭാഗം കേട്ടോ. EFTA യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനകത്ത് വരുന്ന രാജ്യങ്ങളാണ് 4 രാജ്യങ്ങൾ. അത് നമുക്ക് പ്രിലിംസിന് ആവശ്യം വരും. ഐസ്ലാൻഡ്, ലിച്ചസ്റ്റീൻ, നോർവേ ആൻഡ് സ്വിറ്റ്സർലാൻഡ്. ഈ 4 രാജ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിലെ കൺട്രീസ് ആണ്. പക്ഷേ ഇവരാരും ഏതിന്റെ ഭാഗമല്ല? യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ല. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ലാത്ത ഇവർ ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന ഒരു ട്രേഡ് അസോസിയേഷനാണ്, അല്ലെങ്കിൽ ഒരു എക്കണോമിക് അസോസിയേഷനാണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്നറിയപ്പെടുന്നത്. ഈ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഈ കഴിഞ്ഞ ഞായറാഴ്ച സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ ഒരു വാർത്തയുടെ ബേസിക് പറയുന്ന കണ്ടന്റ്. ഇതിൽ നിന്നും എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ആദ്യമേ മനസ്സിലാക്കേണ്ടത് എന്താണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. തൊട്ട് നമ്മൾ പറഞ്ഞു ഇറ്റ്സ് ആൻ ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഓഫ് 4 കൺട്രീസ്: ഐസ്ലാൻഡ്, ലിച്ചസ്റ്റീൻ, നോർവേ ആൻഡ് സ്വിറ്റ്സർലാൻഡ്. ഇതൊക്കെ വേണം നമുക്ക് പ്രിലിംസിന് ചോദിക്കാം കേട്ടോ. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ റീസെന്റ് സീൻ ന്യൂസ് കംപ്രൈസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് വേണമെങ്കിൽ ഇതില്ലാത്തൊരു രാജ്യത്തിന്റെ പേര് വെച്ചിട്ട് ഇതിനകത്തുണ്ട് അങ്ങനെയൊക്കെ വേണമെങ്കിലും ചോദിക്കാം. അപ്പം ഐസ്ലാൻഡ്, ലിച്ചസ്റ്റീൻ, നോർവേ, സ്വിറ്റ്സർലാൻഡ് ആണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷന്റെ ഭാഗം എന്ന് ഓർത്തിരിക്കുക. ഇത് 1960 സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ ഭാഗമായിട്ടാണ് ഇത് രൂപീകരിച്ചെന്നുള്ള കാര്യം ഓർക്കാം. ഇവരാരും തന്നെ ദേ ആർ നോട്ട് പാർട്ടി ഓഫ് യൂറോപ്യൻ യൂണിയൻ കസ്റ്റംസ് യൂണിയന്റെ ഭാഗമല്ല എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഇനി ഈ ഒരു ഇതുമായിട്ട് ഈ ഒരു അസോസിയേഷനുമായിട്ടാണ് നമ്മൾ എന്ത് സൈൻ ചെയ്തത്? ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നു. ഈ ഒരു എഗ്രിമെന്റിലൂടെ നമ്മൾ ഏതൊക്കെ മേഖലയിലേക്കാണ് ഫോക്കസ് കൊടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ആക്സസ് റിലേറ്റഡ് ടു ഗുഡ്സ്, റൂൾസ് ഓഫ് ഒറിജിൻ, ട്രേഡ് ഫെസിലിറ്റേഷൻ, ട്രേഡ് റെമഡീസ്, അങ്ങനെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് കൊടുക്കുന്നത്. ഇനി മറ്റൊരു ആസ്പെക്ട് നോക്കുവാണെങ്കിൽ ഇത്തരത്തിൽ ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഇന്ത്യക്ക് ഈ ഒരു യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട് മാത്രമാണോ ചോദിച്ചാൽ അല്ല. ഇത് 4ാമത്തെ എഗ്രിമെന്റ് ആണ് നിലവിൽ നമ്മൾ അങ്ങനെ സൈൻ ചെയ്തത്, അല്ലെങ്കിൽ ഒരു കൺട്രി അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായിട്ടാണ് സൈൻ ചെയ്യുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് ആരൊക്കെയായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗറീഷ്യസ്, UAE ആൻഡ് ഓസ്ട്രേലിയ, ഈ 3 രാജ്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇന്ത്യക്ക് ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഉള്ളത് ആരൊക്കെയായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗറീഷ്യസ്, UAE, ഓസ്ട്രേലിയ. ഇപ്പോൾ അതിന്റെ കൂട്ടത്തിൽ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ, ഈ 4 പേരുമായിട്ടാണ് ഇന്ത്യക്ക് എഗ്രിമെന്റ് ഉള്ളത് എന്നുള്ളൊരു പോയിന്റും എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ DNA നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്